ശ്രീ ആർ വി ബാബു, ഈ എ പത്മകുമാർ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മാധ്യമങ്ങളെ കാണുന്ന ഘട്ടത്തിൽ പറയുന്നത് ഈ സ്വർണ്ണക്കടത്തിലോ അതല്ലെങ്കിൽ കട്ടിളകൾ ഇളക്കി മാറ്റിക്കൊണ്ട് പോയതിലോ ഒന്നും തനിക്ക് ഒരു പങ്കുമില്ല, അതൊന്നും അറിയില്ല എന്ന വിശദീകരണമാണ് നൽകിയിരുന്നത്. പക്ഷെ നമ്മൾ ഈ ഘട്ടത്തിൽ പുറത്തുവിടുന്ന വാർത്ത എന്നത് പത്മകുമാറിന്, അതായത് ദേവസ്വം ബോർഡിന്റെ അധ്യക്ഷനായി ഇരുന്ന ഒരു വ്യക്തി അറിയാതെ ഇത്തരത്തിൽ കട്ടിളപ്പാളികളോ മറ്റോ ശബരിമലയിൽ നിന്നും ഇളക്കിക്കൊണ്ടു പോകാൻ കഴിയില്ല എന്നുള്ളതാണ്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, ദേവസ്വം ബോർഡിന്റെ ഉന്നത അധികാരികൾ അറിയാതെ ശബരിമലയിൽ അടക്കമുള്ള ഇത്തരം പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രത്തിൽ, നമുക്കറിയാം ശബരിമല ക്ഷേത്രം എന്ന് പറഞ്ഞാൽ കേരളത്തില് പ്രത്യേകിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രമാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നട്ടെല്ലായിട്ട് നിൽക്കുന്ന ഒരു ക്ഷേത്രമാണ്. കോടാനുകൂടി ഭക്തന്മാര് വരുന്ന ഒരു ക്ഷേത്രത്തെ സംബന്ധിച്ച് ഏത് തീരുമാനം എടുക്കുമ്പോഴും ആ തീരുമാനത്തിൽ ഉന്നത അധികാരികൾ പങ്കാളികളാകും എന്നുള്ളത് സാമാന്യ ബുദ്ധിക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. അപ്പോ ഈ വിഷയം വരുന്ന സമയത്ത് ഞാനും ഒന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് നിലപാടെടുക്കുന്നത് പൊതുസമൂഹത്തെ കബളിപ്പിക്കാനാണ്, പലതും മറച്ചു വെക്കാനാണ്. ഇതിനകത്ത് വളരെ വ്യക്തമാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് മാത്രമാണോ, അതല്ലെങ്കിൽ ആ സമയത്ത് ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ആ അവതാരമൂർത്തിക്ക് ശബരിമലയിൽ അഴിഞ്ഞാടാൻ അവസരം കൊടുത്തതിലെ രാഷ്ട്രീയ നേതൃത്വം കൂടി പങ്കാളികളായിട്ടുണ്ട് എന്ന ആരോപണവും ശക്തമാണ്. അപ്പോൾ ഇതൊക്കെ വളരെ വ്യക്തമാണ്. ഈ പത്മകുമാറിനടക്കമുള്ള ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർക്കും ശബരിമലയിൽ നടന്ന അഴിമതികളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സാധ്യമല്ല. അത് അരവണയുടെ വിഷയമാകട്ടെ, അത് പാത്രത്തിന്റെ അഴിമതി നടന്ന പ്രയാർ ഗോപാലകൃഷ്ണന്റെ കാലഘട്ടത്തെ അഴിമതിയാകട്ടെ, ഓരോ കാലഘട്ടത്തിലും ദേവസ്വം ബോർഡിന്റെ കീഴിൽ നടന്നുകൊണ്ടിരിക്കുന്ന അഴിമതി, പ്രത്യേകിച്ച് ശബരിമലയുമായി ബന്ധപ്പെട്ട അഴിമതിയും ക്രമക്കേടുമൊക്കെ അത് ഉന്നതങ്ങളുടെ സ്വാധീനത്തിലോ അറിവോടെ അല്ലാതെ നടക്കില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഈ പത്മകുമാർ എന്തു പറഞ്ഞാലും അതൊക്കെ വിശ്വാസയോഗ്യമല്ല എന്ന് ഇതിനകം തന്നെ തെളിഞ്ഞു കഴിഞ്ഞു. പത്മകുമാർ അടക്കമുള്ള ആളുകളെ പ്രതിയാക്കി കേസെടുക്കലാണ് വേണ്ടത്. ഇതിന് പ്രഥമ ദൃഷ്ട്യാ ഇവരൊക്കെ കുറ്റക്കാരാണ്. അതുകൊണ്ട് പത്മകുമാർ അടക്കമുള്ള ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർക്കെതിരെ FIR ഇടുകയാണ് വേണ്ടത്. അന്വേഷണ ഉദ്യോഗസ്ഥന്മാരത് ചെയ്യുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. വളരെ നന്ദി ശ്രീ ആർ വി ബാബു ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്.